വനാന്തരങ്ങളിലൂടെ മലഞ്ചെരുവിലൂടെ പട്ടിണി കിടന്ന് പരിശീലിച്ചുകൊണ്ട് ലോകപ്രസിദ്ധനായ അബൂ ശൈഖ് ശാദുലി റളിയല്ലാഹു അൻഹു നടന്നു നീങ്ങുകയാണ്. ദിവസങ്ങൾ പിന്നിട്ടു. പട്ടിണി കിടന്നുകൊണ്ട് പരിചയിച്ചതുകൊണ്ട് 80 ദിവസം അദ്ദേഹം പട്ടിണിയിലാണ്. മഹാനവറുകൾ കരുതി പട്ടിണി കാരണം അള്ളാഹുവിലേക്ക് ഞാൻ ലയിച്ചു ചേർന്നിട്ടുണ്ട്, അള്ളാഹുവിലേക്ക് അടുത്തിട്ടുണ്ട്, അള്ളാന്റെ പൊരുത്തം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടല്ലേ പട്ടിണി കിടക്കാൻ എനിക്ക് സാധിക്കുന്നത്. മഹാനവറുകൾ നടന്നു നീങ്ങുമ്പോൾ ഒരു വലിയ പാറക്കെട്ടിന്റെ അരികിലെത്തുകയാണ്. ആ പാറയിലൂടെ ഒരു പെണ്ണ് പുറത്തേക്ക് വരുന്നു. സുന്ദരിയായ ഒരു പെൺകുട്ടി, നല്ല ആകാര വടിവുകൾ ഒത്തിണങ്ങിയ ഒരു സൗന്ദര്യത്തിന്റെ ഒരു പ്രതീകമായ ഒരു പെൺകുട്ടി ആ പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ മഹാനവറുകൾ ആ പെൺകുട്ടിയുടെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ആ പെണ്ണ് പറയാണ്, ഓ കെട്ട മനുഷ്യ, 80 ദിവസം പട്ടിണി കിടന്നപ്പോഴേക്ക് അങ്ങ് അത്യാഗ്രഹം മൂത്തുപോയോ? 6 മാസക്കാലമായി ഞാൻ പട്ടിണിയിലാണ്. ഇത് പറഞ്ഞുകൊണ്ട് ആ പെണ്ണങ്ങ് നടന്നു നീങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഇനിയും എത്രയോ കടമ്പകൾ കടക്കാനുണ്ട് അല്ലാഹുവിലേക്കെത്താൻ. ഏറ്റവും വലിയ കടമ്പ ഏതാണെന്നോ? അല്ലാഹുവിലേക്ക് അടുക്കാൻ എനിക്ക് കാരണക്കാരനായ നിന്റെ ശത്രുവുണ്ടല്ലോ, അവനാണ് നിനക്ക് അല്ലാഹുവിലേക്ക് അകറ്റുന്ന മിത്രത്തെക്കാൾ നല്ലത് എന്ന് മഹാനവറുകൾ സൂചിപ്പിക്കുകയാണ്. വ്യാമോഹങ്ങളുടെ അടിമയാവാതെ അല്ലാഹുവിന്റെ അടിമയായി ജീവിച്ചോ.